അയ്യോ പിടിച്ചിട്ട് നിൽക്കുന്നില്ലല്ലോ. ആരാത്? ആളില്ലെങ്കിൽ ബെല്ലിന് കുറവില്ല. നിങ്ങളില്ലായിരുന്നു. ഞാൻ സൈഡിലല്ലട നിൽക്കുന്ന കണ്ണുപൊട്ടാ. അഹങ്കാരല്ലാതെ അടുത്തത്. അയ്യോ ഇറങ്ങമ്മേ ഇറങ്ങ. അയ്യോ ഒരു മാട്ട വണ്ടിയും കൊണ്ട് മനുഷ്യനെ മനക്കെടുത്താൻ. സാർ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ സാർ, മനുഷ്യന് ഒരുപാട് പണികളുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്ക് സാർ. ഒന്ന് സഹായിക്കാം. എന്ത് ഹെൽപ്പ്? വണ്ടി ഒന്ന് തളിത്താ. ഞാൻ തള്ളിത്തരാം സാർ. വളരെ താങ്ക്സ് സാർ. വലിയ അത്യാവശ്യം. ഒന്ന് പോടാ. ഉപകാരം ഒഴിക്കാൻ പോലും സമ്മതിക്കൂല. പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ പട്ടിയെ പോലെ നിന്ന് മൂത്രം ഒഴിക്കാൻ നാണമില്ലേ? അയ്യോ പറ്റുന്നില്ലടോ, മുട്ടിട്ട് നിക്ക. മുട്ടുന്നുണ്ടെങ്കിൽ എന്താ? നീയല്ല എന്നാ പോലീസുകാരനെ കൊണ്ട് അത് ഞാനല്ല, എന്റെ ചേട്ടൻ ചങ്കി മങ്കി. അപ്പൊ നീയോ? ഞാൻ മങ്കി ഡോങ്കി. പേര് കണ്ടില്ലേ, മങ്കി ഡോങ്കിന്ന്. വണ്ടി കയറാ. ഞാൻ എന്തിനാ വണ്ടി കയറുന്നത്? ആളില്ലാത്ത സ്ഥലത്ത് വല്ലതും വിട്ടേക്കാൻ കയറാ. നിനക്കെന്താടാ? നീ നിന്റെ ജോലിയൊക്കെ പറഞ്ഞ എന്താടാ കർച്ചീഫ് എടുത്ത് ഉറുമി പോലെ വീശുന്നത്? ഞാൻ കേറുകയല്ലേ. അയ്യോ പറ്റുന്നില്ലല്ലോ. ഇവിടെ നിർത്ത്. പറ്റില്ല. ഇവിടെയെങ്കിലും ഒന്ന് നിർത്ത്. പറ്റില്ലെന്നാ. നിർത്തടാ ഒന്ന്. എന്താ ഒരു സൗണ്ട് കേട്ടത്? ടയർ വല്ലതും പഞ്ചറായോ? ടയറൊന്നും പഞ്ചറായതല്ല, ടാങ്ക് പൊട്ടിയതാ. എന്താ പെട്രോൾ ടാങ്കോ? പെട്രോൾ ടാങ്ക് അല്ലടോ, യൂറിൻ ടാങ്ക്. നാണം ഉണ്ടോടാ കൊരങ്ങ? കാള പോലെ വളർന്നിട്ട് വണ്ടി ഇരുന്ന് മൂത്രം ഒഴിച്ചിരിക്കുന്ന കണ്ടില്ലേ? എന്തിനാണ് ചൂടാവത്തെ? എന്തിനാ? ഞാനവിടെ മര്യാദക്ക് കാര്യം സാധിക്കില്ലായിരുന്നോ? നീയല്ലേ എന്നെ വണ്ടി പിടിച്ച് കയറ്റി ഈ കോലത്തിലാക്കിയത്? താഴെ വീണിട്ടും പോസ് കണ്ടില്ലേ? മര്യാദയ്ക്ക് വാട്ടർ വാഷ് ചെയ്ത് വണ്ടി കൊണ്ട് വന്നേക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ നിന്റെ കുടുംബം ഉണ്ടാവും, തല ഉണ്ടാവില്ല. അണ്ണാ അലിബായി വന്നണ്ണാ. എന്താടാ വന്നാല്? വന്നടാ. നിന്നെ പോലെ എക്സസൈസ് ചെയ്യാൻ എനിക്കറിയില്ല. ഗണ്ണെടുക്കും, ഷൂട്ട് ചെയ്യും. സാർ, നരസിംഹൻ മരിച്ചു സാർ. അലിബായിയാണ് കൊന്നതെന്ന് ഇൻഫർമേഷൻ ഉണ്ട്. ഹലോ, ആ അച്ഛനുണ്ട്, ഒരു മിനിറ്റ്. മോള് വയ്ക്കോ. ആ ഷൺമുഖവേൽ, നിങ്ങൾ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് മീറ്റ് ചെയ്യണം. ഞാൻ റെന്റ് എടുത്തോണ്ട് വരാം. ശ്രുതി ഉണ്ടോ അകത്ത്? അവളിത്തിരി ജോലിയില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഹലോ. ഏയ്, ആരാ നീ? നീ ആരാടാ? ഡാ, ഞാൻ ഇൻസ്പെക്ടർ ഗോവിന്ദ സംസാരിക്കുന്നത്. സാർ, ഞാൻ നിങ്ങളുടെ വാച്ച്മാനെ സംസാരിക്കുന്നു. അവിടെ എന്തിനാടാ പോയത്? വാടക വാങ്ങിക്കാൻ വന്നപ്പോ കാപ്പി തന്നു. കുടിക്കാതെ തലയിലേക്ക് കമിഴ്ത്ത്. ഓക്കെ, ഒഴിച്ചു സാർ. ലക്ഷ്മിയുടെ കയ്യിൽ ഫോൺ കൊടുക്ക്. ലച്ചു ദ ഫോൺ. ഹലോ. ആ ലക്ഷ്മി, ഇന്നത്തെ നാള് നല്ലതാ. ശാന്തി മുഹൂർത്തത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യ്. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് എത്തും. പ്ലീസ്, എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കരുത്. ഞങ്ങളെ വെറുതെ വിടണം. ഞങ്ങള് മര്യാദയ്ക്ക് ജീവിക്കുന്നവരാ. ഓ, മര്യാദയ്ക്ക് ജീവിക്കുന്നവരാണല്ലേ?
എന്റെ ചേച്ചി ഒന്ന് രക്ഷിക്കങ്ങ് പ്ലീസ് അങ്ങ്. വെളിയിൽ നിൽക്കുന്നവരൊക്കെ നിന്നെ ഞങ്ങൾ റേപ്പ് ചെയ്യാന്ന് വിചാരിക്കും. വന്നവരെ കാണിച്ചു തരാൻ പറ്റുമോ നിനക്ക്? കാണിച്ചു തരാം അങ്കിൾ. വാ. ഇവനാണോ? ഇവൻ? അല്ല. ഇവനാണോ? ഇയാളല്ല. ഇവനാണോന്ന്? പിന്നെ ഇവനോ? അല്ല അങ്കിൾ. എടോ കോൺസ്റ്റബിൾ, അപ്പുറത്തെ കടയിൽ പോയി 4 കിലോ ചിക്കൻ വാങ്ങും. ശരി സാർ. അവിടുന്ന് മാമൂല് വാങ്ങിച്ചോ. ചെല്ലു സാർ. അതെ, ആ മീനിങ് എടുക്ക്. നല്ല മീൻ നോക്കി എടുക്കണം. അത് 2 കിലോ എടുത്ത് പാക്ക് ചെയ്തേക്ക്. കോൺസ്റ്റബിൾ വന്ന് വാങ്ങിക്കൊടുക്കും. ഇതാ നോക്ക്, ഇതുപോലെ ഒരു പാഴ്സൽ കൂടി എടുത്തു. അത് ഡ്രൈവർ വന്ന് വാങ്ങിച്ചു. ആരാവൻ? അവൻ എന്റെ കൈ കിട്ടിയ അവനെ ഞാൻ നിന്നെ സംശയിച്ചതിനാണ് ഈ അടി. ആരാ നീ? നീയാണെന്ന് കൺഫേം ആയ കൊല്ലൂടാ ഞാൻ. ആരാമൻ? പറയടാ, പറഞ്ഞു തൊലക്ക്. ഹലോ. ചിക്കനും കൊണ്ട് ഞാനങ്ങ് വരാം. നമ്മുടെ ഫാമിലി ഡോക്ടറെ നമ്പർ